ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് ആരാധകരുള്ള BTS അവരുടെയൊക്കെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് നമ്മളൊക്കെ തന്നെയും കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് K-പോപ്പിൻ്റെ ഡാർക്ക് സൈഡിലേക്കാണ്. അതെ, അടിമത്ത കോൺട്രാക്റ്റും മെൻ്റൽ ടോർച്ചറിങ്ങും സൂയിസൈഡുകളും ഒക്കെ തന്നെ നിലനിൽക്കുന്ന K-പോപ്പിൻ്റെ ഇരുണ്ട വശത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. 2012 സയ്യിയുടെ ഗന്നം സ്റ്റൈൽ എന്ന് പറയുന്ന സോങ് ഇറങ്ങിയതോട് കൂടിയിട്ട് അത് വലിയ ഹിറ്റായതോട് കൂടിയിട്ടാണ് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ K-പോപ്പിലേക്ക് അഥവാ സൗത്ത് കൊറിയൻ പോപ്പ് മ്യൂസിക്കിലേക്ക് തിരിയുന്നത്. ഈ പറയുന്ന ഗന്നം സ്റ്റൈൽ കേൾക്കാത്തതായിട്ട് അല്ലെങ്കിൽ അത് ആസ്വദിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായില്ല. നിങ്ങളും ഞാനും ഒക്കെ തന്നെ മറ്റൊരു K-പോപ്പ് സോങ് കേട്ടിട്ടില്ല എങ്കിൽ കൂടിയും ഗന്നം സ്റ്റൈൽ എന്ന് പറയുന്ന സോങ് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ ലോകം മുഴുവൻ സൗത്ത് കൊറിയൻ മ്യൂസിക്കിലേക്ക് ശ്രദ്ധയോടുകൂടി തന്നെ കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നിന്നും ഏതാനും ടീനേജ് പിള്ളേരുടെ ഒരു ബാൻഡ് വലിയ തോതിൽ തന്നെ ഉയർന്നു വരുന്നത്. BTS എന്ന് പറയുന്ന ആ ഒരു ബാൻഡ് പിന്നീട് ലോകത്ത് വലിയ തോതിലുള്ള പല മാറ്റങ്ങളും സൃഷ്ടിക്കുകയുണ്ടായി. ഒരുപാടധികം റെക്കോർഡുകൾ വാരിക്കൂട്ടുകയുണ്ടായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അനേകം വരുന്ന മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടായി. അവർ കാരണമായിട്ട് അവരുടെ എക്കോണമിക്ക് അഥവാ സൗത്ത് കൊറിയയുടെ എക്കോണമിക്ക് പോലും വലിയ തോതിൽ തന്നെയുള്ള നേട്ടങ്ങളുണ്ടായി. കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് BTS എന്ന ബാൻഡിനെ കുറിച്ച് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിച്ചിട്ടുണ്ട്. അവരുടെ വളർച്ച, അവരുടെ ചരിത്രം, അവരുടെ ഉയർച്ച, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ K-പോപ്പിൽ വ്യത്യസ്ത തരത്തിൽ ഇതുപോലെ തന്നെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരുപാടധികം ഹിറ്റ് സോങ്ങുകൾ ഇറക്കിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ബാൻഡുകളെയും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെയും ഈ ഒരു K-പോപ്പിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ ഒരു വളർച്ചയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഗന്നം സ്റ്റൈൽ എന്ന് പറയുന്ന സോങ് അതിൻ്റെ വളർച്ചയ്ക്ക് വലിയ തോതിൽ തന്നെ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. ഈ ഒരു സോങ് ഇറങ്ങുന്നതിന് മുൻപേ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം ബാൻഡുകൾ സൗത്ത് കൊറിയയിൽ ഉണ്ടായിരുന്നു. K-പോപ്പ് ചെയ്തിരുന്ന ഒരുപാടധികം ബാൻഡുകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഒരു കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പല വലിയ കമ്പനികളും ടാലൻറ്റഡ് ആയിട്ടുള്ള ടീനേജ് പിള്ളേരെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് 10 വർഷത്തെയും 20 വർഷത്തെയൊക്കെ എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് അവർ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ബാൻഡുകളൊക്കെ ഈ ഒരു സമയങ്ങളിലൊക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ 2010 ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന കമ്പനി പുതിയൊരു ബാൻഡ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ടീനേജ് പിള്ളേരെയൊക്കെ വെച്ചുകൊണ്ട് RM എന്ന് പറയുന്ന ആ സമയത്ത് സിയോളിലൊക്കെ ചെറിയ രീതിയിൽ ഫേമസ് ആയി വന്നുകൊണ്ടിരുന്ന റാപ്പറെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബാൻഡിനെ രൂപീകരിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരുന്നത്. അതിനടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂകളും മറ്റൊക്കെ നടത്തിയിട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഏതാനും പിള്ളേരെ കൂടെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. 2010 അത്തരത്തിൽ രൂപീകരിച്ചിട്ടുള്ള ആ ഒരു ബാൻഡിന് ബാങ്ടൺ സൊണ്ണിയണ്ടൻ എന്നൊരു പേര് കൂടെ അവിടെ നൽകുന്നുണ്ട്. ഈ ഒരു പേര് തന്നെ കൃത്യമായിട്ട് ബാങ്ടൺ സൊണ്ണിയണ്ടൻ എന്ന പേര് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നത് ബുള്ളറ്റ് പ്രൂഫ് ബോയ് സ്കൗട്ട് എന്നാണ്. അതായത് ഈ ടീനേജ് പിള്ളേർക്ക് നേരെ വരുന്ന ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ, അതിനൊക്കെ ചെറുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവിധ സ്റ്റീരിയോ ടൈപ്പുകളെയും ചെറുത്ത് നിൽക്കുന്ന ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ഏതാനും പിള്ളേരുടെ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ബാൻഡ് എന്നുള്ള നിലയിലൊക്കെ അർത്ഥമാക്കുന്ന നിലയിലാണ് അത്തരത്തിൽ ബാങ്ടൺ സൊണ്ണിയണ്ടൻ എന്നൊരു പേര് ആദ്യകാലത്തിൽ ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവരങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 2017 അവർ ആ ഒരു പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ബിയോണ്ട് ദ സീൻസ് എന്നുള്ള ഒരു പേരാക്കിയിട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും 2010 ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് ഇവരെ ഹയർ ചെയ്തതോട് കൂടിയിട്ട് ജോലിക്ക് എടുത്തതോട് കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് ഇവിടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ ഒരു കമ്പനി നടത്തി കൃത്യമായിട്ട് ഇവരൊക്കെ തന്നെ മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കവിടെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് എങ്ങനെ പാടണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഡാൻസ് ചെയ്യണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, അങ്ങനെ തുടങ്ങിയിട്ട് ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ആ ഒരു കമ്പനി നടത്തിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് 2012 സയ്യിയുടെ ഗന്നം സ്റ്റൈൽ ഇറങ്ങുന്നു, വലിയ ഹിറ്റായി മാറുന്നു. K-പോപ്പിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ 2013 നോ മോർ ഡ്രീംസ് എന്ന് പറഞ്ഞുകൊണ്ട് BTS അവരുടെ ഒരു ആൽബം ഇറക്കുന്നുണ്ട്. അതൊക്കെ വലിയ തോതിൽ തന്നെ ഹിറ്റാകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും BTSനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെച്ചടി കയറ്റങ്ങൾ തന്നെയായിരുന്നു. ഇവിടെയൊക്കെ തന്നെ ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസും ഹാർഡ് വർക്കും കാരണമാണ് BTSന് ഈ കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കോൺസെർട്ടൊക്കെ നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ തന്നെ 7 ദിവസങ്ങളോളം കൃത്യമായിട്ട് 12 മണിക്കൂറോളം പ്രാക്ടീസ് ചെയ്ത് അവരെ കൃത്യമായിട്ട് മിനുക്കിയെടുത്തിട്ടാണ് ഇത്തരം കോൺസേർട്ടുകൾക്കൊക്കെ തന്നെയും ഇവർ എത്തിച്ചേരുന്നത്. അതിലൂടെയൊക്കെ തന്നെ ഇവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളുടെ ഒക്കെ തന്നെയും ഹൃദയം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ BTSലുള്ള അംഗങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ല. RM, ജിൻ, സുഗ, ജെഹോപ്പ്, ജിമിൻ, വി,
ജുങ്കൂക്ക് എന്നിവരാണ് BTSലെ 7 ആളുകൾ. എന്തൊക്കെ തന്നെയായാലും ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു BTS എന്ന് പറയുന്ന ബാൻഡ് മാത്രം സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിന് ഏറെക്കുറെ നൽകിക്കൊണ്ടിരിക്കുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 32,000 കോടി രൂപയിലും അധികമാണ്. BTSനെ പോലെ തന്നെ നമ്മൾ K-പോപ്പിൽ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള മറ്റു പല ബാൻഡുകളെയും കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലാക്ക് പിങ്ക് ഒക്കെ പോലെ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു K-പോപ്പ് ഇൻഡസ്ട്രി തന്നെ സൗത്ത് കൊറിയക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏറെക്കുറെ 8 ബില്യണിലധികമാണ്. 2030 ആകുമ്പോഴേക്ക് അത് ഏറെക്കുറെ 10 ബില്യണിലും മുകളിലേക്ക് പോകുമെന്നൊക്കെയാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെയും BTS ആണെങ്കിലും മറ്റ് വ്യത്യസ്ത ബാൻഡുകളാണെങ്കിലും വലിയ തോതിൽ തന്നെ അവരുടെ പ്രോഗ്രാമുകൾ ആസ്വദിക്കുന്ന ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഒരു ഇൻസിഡൻറ്റ് അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു റൂറൽ വില്ലേജിൽ നിന്നും 13 വയസ്സ് മാത്രം പ്രായമുള്ള 3 പെൺകുട്ടികൾ BTSനെ കാണാൻ വേണ്ടി അവരുടെ കോൺസേർട്ടിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സൗത്ത് കൊറിയയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, വിസ ഇല്ല. ഇനിയിപ്പോൾ ആകെ കൂടെ കയ്യിലുണ്ടായിരുന്നത് 13,000-14,000 രൂപയോളം മാത്രമാണ്. ഈ പണം വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു സൗത്ത് കൊറിയയിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് BTSനെ കാണുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും പകുതിക്ക് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇവരുടെ മാതാപിതാക്കളെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഇവരെ സുരക്ഷിതമായിട്ട് പിടികൂടിയിട്ട് വീട്ടിൽ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം BTSും വ്യത്യസ്ത തരത്തിലുള്ള K-പോപ്പ് ബാൻഡുകളും ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ തന്നെയും ചെന്നൈയിലെത്തി അവിടുന്ന് വിശാഖപട്ടണത്തെത്തിയിട്ട് അവിടുന്ന് പിന്നെ കപ്പലിലൊക്കെ സിയോളിലേക്ക് എത്തിച്ചേരാം, സൗത്ത് കൊറിയയിലേക്ക് എങ്ങനെയും എത്തിച്ചേരാം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അവരുടെ യാത്രകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും കൊറിയൻ മ്യൂസിക്കിനെ കുറിച്ച്, K-പോപ്പിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാടധികം പോസിറ്റീവ് വശങ്ങളും അവിടെ ഉണ്ട് എങ്കിൽ കൂടെയും വലിയ തോതിലുള്ള പല നെഗറ്റീവ് വശങ്ങളും K-പോപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വലിയൊരു പിന്നാമ്പുറം തന്നെ ഈ K-പോപ്പ് മ്യൂസിക്കിനുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കവിടെ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്ന K-പോപ്പ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള ജോങ് ഹ്യൂനും അതേപോലെ തന്നെ സുള്ളിയും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം ഫേമസ് ആയിട്ടുള്ള വലിയ തോതിൽ തന്നെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന ഈ 2 ആർട്ടിസ്റ്റുകളും ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർ കടന്നു പോയിട്ടുണ്ടായിരുന്ന മെൻ്റൽ ടോർച്ചറുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ മാനസിക അവസ്ഥകളിലേക്കൊക്കെ തന്നെ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നതായിരിക്കും. അതിന് പുറകിൽ പ്രവർത്തിച്ചവരിലേക്ക് കൃത്യമായിട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. ഈ പറയുന്ന വ്യത്യസ്ത തരത്തിലുള്ള K-പോപ്പ് ബാൻഡുകളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ പല കോർപ്പറേറ്റ് കമ്പനികളുമാണ്. ഇപ്പോൾ BTSൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ബാൻഡുകളുടെ കാര്യത്തിലൊക്കെ തന്നെയും ഇതുപോലുള്ള പല പല കമ്പനികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ പിള്ളേരെ അല്ലെങ്കിൽ ടീനേജ് പ്രായത്തിലുള്ള പിള്ളേരെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ കമ്പനികളിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ബാൻഡുകളൊക്കെ തന്നെയും രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ പറഞ്ഞ കമ്പനികളൊന്നും 1-2 ബാൻഡുകളിലായിട്ട് നിൽക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം ബാൻഡുകളെ ഇവർ നിരന്തരമായിട്ട് പുതിയ പുതിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെയും വളരെ ചെറിയ പ്രായത്തിൽ 13-14 വയസ്സ് പ്രായമാകുന്ന അവസരത്തിലാണ് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ഇൻ്റർവ്യൂകളിലൂടെയും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ഓഡിഷനുകളിലൂടെയും ഒക്കെ തന്നെയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് അവർ ചെയ്തിരുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു സ്ലേവ് കോൺട്രാക്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഈ സ്ലേവ് കോൺട്രാക്റ്റ് എന്നുള്ളത് കുറേ ആളുകൾക്കിടയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. ഏറെക്കുറെ 10, 15, 20 വർഷത്തേക്കൊക്കെയാണ് ഈ ചെറിയ പിള്ളേരെ കൊണ്ട് ഈ ഒരു കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു കോൺട്രാക്റ്റ് എങ്ങാനും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം ദുരന്തപൂർണ്ണമായിരിക്കും, ദുരിതപൂർണ്ണമായിരിക്കും. അതായത് കൃത്യമായിട്ടുള്ള ഒരുപാടധികം ട്രെയിനിങ്ങുകളിലൂടെയാണ് ഈ കുട്ടികൾ പിന്നീട് കടന്നു പോകേണ്ടി വരുന്നത്. അതായത് ഈ കുട്ടികളുടെ ഒക്കെ തന്നെയും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഈ ഒരു കമ്പനി അതിലെ അധികൃതർ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതായിരിക്കും. ഈ കുട്ടികൾ എപ്പോൾ എഴുന്നേൽക്കണമെന്നും എപ്പോൾ ഉറങ്ങണമെന്നും എന്ത് കഴിക്കണമെന്നും എന്ത് കഴിക്കരുത് എന്നും എങ്ങനെ നടക്കണമെന്നും എന്ത് പാടണമെന്നും ഇനിയിപ്പോൾ പാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എങ്ങനെ ഡാൻസ് ചെയ്യണമെന്നും എങ്ങനെ മീഡിയയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്നും എങ്ങനെ ആളുകളോട് സംസാരിക്കണമെന്നും ഫോറിൻ ലാംഗ്വേജുകൾ പഠിക്കുന്ന കാര്യങ്ങളും അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരു ഫീൽഡിൽ നിൽക്കുന്ന അവസരത്തിൽ ചെയ്യേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് പഠിപ്പിച്ച് നൽകുകയാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളിലൂടെയാണ് ഈ കുട്ടികൾ പിന്നീട് കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്.
ഇവിടെയൊക്കെ തന്നെയും ഇവർ അനുഭവിക്കേണ്ടി വരുന്ന മെൻ്റൽ ടോർച്ചറിങ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നാണ് വ്യത്യസ്ത മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന അവസരത്തിൽ നല്ലതല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതകളുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ വലിയ ഹൈ എക്സ്പെക്റ്റേഷനുകൾ വെച്ചുകൊണ്ടാണ് ഈ കമ്പനികളൊക്കെ തന്നെയും ഈ കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബാൻഡ് രൂപീകരിച്ചുകൊണ്ട് അവരെ എല്ലാവിധ കാര്യങ്ങൾക്കും വേണ്ടി തയ്യാറാക്കുന്നത്. സോ ഇവരുടെ ഉള്ളിൽ ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇവരെ വെച്ചുകൊണ്ട് വലിയ തോതിൽ തന്നെ റിട്ടേൺസ് ഉണ്ടാക്കണം, വലിയ തോതിൽ തന്നെ സമ്പാദിക്കണം എന്നൊരു കാര്യം ഈ കമ്പനിയുടെ ഉള്ളിലുണ്ട് എന്നൊരു കാര്യം കൊണ്ട് തന്നെ അത്രയും കഠിനമായ ട്രെയിനിങ്ങുകളിലൂടെയാണ് ഈ കുട്ടികളൊക്കെ തന്നെയും കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. ഓരോ ദിവസവും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് മണിക്കൂറുകളോളം ഇവർ സമയം ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരോടുള്ള സമീപനത്തെക്കുറിച്ച് കോൺടാക്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ പല K-pop ബാൻഡുകളുടെയും കാര്യത്തിൽ പല കമ്പനികളുടെയും കാര്യത്തിൽ ഈ ഒരു അഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ മാതാപിതാക്കളെ കോൺടാക്ട് ചെയ്യുന്ന കാര്യത്തിൽ പോലും അവരെ വിളിക്കുന്ന കാര്യത്തിൽ പോലും വലിയ തോതിലുള്ള റെസ്ട്രിക്ഷൻസ് ഈ ഒരു കമ്പനി അവിടെ ഏർപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ഇനി ഡേറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം ടീനേജ് പിള്ളേരായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഡേറ്റിംഗ് എന്ന് പറയുന്ന കാര്യം പൂർണ്ണമായിട്ടും പല ബാൻഡുകളിലും അവർ നിരോധിച്ചിട്ടുണ്ട്. ഇനി അതിൽ തന്നെ ഒരു കമ്പനിയുടെ അണ്ടറിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബാൻഡുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബാൻഡുകളിൽ ചിലതിൽ പൂർണ്ണമായിട്ടും ആൺകുട്ടികളും ചിലതിൽ പൂർണ്ണമായിട്ടും പെൺകുട്ടികളൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇവർ പരസ്പരം കാണാതിരിക്കുന്നതിന് വേണ്ടി ടൈമിൽ വ്യത്യസ്ത തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സും മറ്റുമൊക്കെ പല കമ്പനികളും നടത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡേറ്റിംഗ് നിരോധിക്കുന്നത്, അതുപോലെ തന്നെ മാതാപിതാക്കളോട് കോൺടാക്ട് ചെയ്യുന്നത് നിരോധിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ പറയുന്നത് കാരണമായിട്ട് ഈ ഒരു ഗേൾ ഫ്രണ്ട്സ് ആണെങ്കിലും ബോയ് ഫ്രണ്ട്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഒക്കെ ഈ കുട്ടികളോട് പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ഇവരുടെ കാര്യങ്ങളിൽ ഇവരുടെ തീരുമാനങ്ങളിൽ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്ന കാര്യം കൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ കമ്പനികൾ, ഈ K-pop ബാൻഡുകളുടെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ പൂർണ്ണമായിട്ടും വിലക്കിയിട്ടുള്ളത്. അത് എല്ലാ കമ്പനികളിലും പൂർണ്ണമായിട്ടും ഇതുപോലെയാണ് എന്നുള്ളതല്ല. പല കമ്പനികളും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കഠിനമായിട്ടുള്ള നിയമങ്ങളും കഠിനമായിട്ടുള്ള രീതികളും ഒക്കെ ഇന്ന് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം പ്രഷറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കറിനകത്താണ് പല K-pop ബാൻഡുകളുടെയും ആർട്ടിസ്റ്റുകളുടെ ജീവിതം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കഠിനമായിട്ടുള്ള മെൻ്റൽ ടോർച്ചറിങ്, വലിയ തോതിലുള്ള മെൻ്റൽ പ്രഷറൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള പല K-pop ആർട്ടിസ്റ്റുകളും ഇത്തരത്തിൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള K-pop ആർട്ടിസ്റ്റുകളുടെ കാര്യം മാത്രമേ പുറം ലോകം അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെയും സംസാരിക്കുന്നുള്ളൂ, ചർച്ച ചെയ്യുന്നുള്ളൂ. ഇതിനും അപ്പുറത്തേക്ക് ഈ ട്രെയിനിങ് സെഷനുകളിലൊക്കെ തന്നെയും വെച്ചുകൊണ്ട് ഈ ഒരു മെൻ്റൽ ടോർച്ചറിങ് താങ്ങവയ്യാതെ ഒരുപാടധികം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ ഏതാനും കുറച്ച് വർഷത്തെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ട്രെയിനിങ് സെഷനുകളിലൊക്കെ വെച്ചുകൊണ്ട് തന്നെ മെൻ്റൽ ടോർച്ചറിങ് താങ്ങവയ്യാതെ ഏറെക്കുറെ 30ഓളം വരുന്ന ആർട്ടിസ്റ്റുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇവർ വലിയ തോതിൽ തന്നെ ഫേമസ് ആകുമ്പോൾ ഇവരുടെ ആൽബംസൊക്കെ ഹിറ്റാകുമ്പോൾ ഇവർക്ക് ഒരുപാടധികം പണം ലഭിക്കില്ല എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇല്ല എന്നൊരു കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ചെറിയ പ്രായത്തിൽ ഇവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്ന ഈ ഒരു അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ചെറിയൊരു വിഹിതം മാത്രം ഇവർക്ക് നൽകുന്ന രീതിയിലാണ് ഈ കമ്പനികൾ ഈ അടിമത്ത കോൺട്രാക്റ്റുകളൊക്കെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ തോതിൽ തന്നെ ഇവരുടെ ആൽബംസ് ഹിറ്റായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരുപാടധികം പണം ലഭിച്ചു കഴിഞ്ഞാലും അതൊക്കെ നേരെ പോകുന്നത് പിന്നാമ്പുറത്തുള്ള ഈ കമ്പനികളിലേക്കാണ്. ഈ ഒരു ആർട്ടിസ്റ്റുകൾക്ക് അതിൽ നിന്നും വളരെ ചെറിയൊരു വിഹിതം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെയുള്ള K-popൻ്റെ ഒരു ഡാർക്ക് സൈഡ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ചെറിയ പ്രായത്തിൽ സൈൻ ചെയ്യേണ്ട ആ കോൺട്രാക്റ്റിനെ അവിടുത്തെക്കാരായിട്ടുള്ള ആളുകൾ സ്ലേവ് കോൺട്രാക്റ്റ് അഥവാ അടിമത്ത കോൺട്രാക്റ്റ് എന്ന് പോലും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ സ്റ്റോടെ വേണ്ടപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരും അറിയാത്ത അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളൊന്നും ചിന്തിച്ചു പോലും നോക്കാത്ത K-popൻ്റെ ഒരു ഇരുണ്ട വശത്തെക്കുറിച്ച്, അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇതിനും അപ്പുറത്തേക്ക്, ഞാൻ പറഞ്ഞതിനും അപ്പുറത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ K-popൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും കൃത്യമായിട്ട് പുറം ലോകത്തേക്ക് എത്തുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഏത് K-pop ബാൻഡാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന കാര്യത്തെക്കുറിച്ചും തീർച്ചയായും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.